നമസ്കാരം. ഗവൺമെൻറ് ITI മലമ്പുഴയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ട്രോട്സ്മാൻ സിവിൽ ട്രയലിൽ സെമസ്റ്റർ 3 പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുള്ള രണ്ടാമത്തെ പവർപോയിന്റ് പ്രസന്റേഷൻ വീഡിയോ ഞാൻ രഞ്ജിത്ത് മലമ്പുഴ ITI ഇൻസ്ട്രക്ടറായി വർക്ക് ചെയ്യുന്നു. രണ്ടാമത്തെ ലെസനകത്ത് ക്ലാസിഫിക്കേഷൻ ഓഫ് സീവർ എന്ന കഴിഞ്ഞ ചാപ്റ്ററിൽ അവസാനിപ്പിച്ചിട്ടുള്ള സീവർ എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ് ഇതിൻ്റെ ഇവിടെ പറയാൻ പോകുന്നത്. ആ ക്ലാസിഫിക്കേഷൻ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ സീവേജ് ആൻഡ് ലേഔട്ട് എന്ന ഈ രണ്ട് ടോപ്പിക്കുകളാണ് ഇതിലൂടെ കവർ ചെയ്യുന്നത്. സീവർ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അവസാനിപ്പിച്ചിട്ടുള്ള സീവറിൻ്റെ ഡെഫിനിഷനിലായിരുന്നു. സീവർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു അണ്ടർഗ്രൗണ്ട് പൈപ്പ് ക്യാരിങ് സീവേജ് ക്യാരി ചെയ്യുന്ന ഒരു അണ്ടർഗ്രൗണ്ട് പൈപ്പ് അതെവിടേക്ക് എത്തിക്കുന്നു? ഫൈനൽ ഡിസ്പോസൽ അല്ലെങ്കിൽ ഡിസ്പോസൽ പോയിന്റിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും കൊണ്ട് നിക്ഷേപിക്കുന്നതിന് വേണ്ടി കൊണ്ടുപോകുന്ന അണ്ടർഗ്രൗണ്ട് മണ്ണടിയിലൂടെ പോകുന്ന അണ്ടർഗ്രൗണ്ട് പൈപ്പുകളെയാണ് സീവർ എന്ന് പറയുന്നത്. അപ്പോൾ അണ്ടർഗ്രൗണ്ട് പൈപ്പ് സീവേജ് ക്യാരി ചെയ്യുന്ന അണ്ടർഗ്രൗണ്ട് പൈപ്പാണ് സീവർ. സീവേജ് ക്യാരി ചെയ്യുന്ന അണ്ടർഗ്രൗണ്ട് പൈപ്പാണ് സീവർ എന്ന് പറയുന്നത്. അത് ഡിസ്പോസൽ പോയിന്റിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റ് ഓഫ് ഡിസ്ചാർജിലേക്കോ എത്തിക്കുന്നു. അതിനെ ഇവിടെ പറഞ്ഞ് അണ്ടർഗ്രൗണ്ട് പൈപ്പ് ഓർ കണ്ടിറ്റ് യൂസ്ഡ് ഫോർ ക്യാരിങ് സീവേജ് ക്യാരി ചെയ്യുന്ന അണ്ടർഗ്രൗണ്ട് പൈപ്പ് അത് ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് നിക്ഷേപിക്കുന്നു, ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയി നിക്ഷേപിക്കുന്നു, അല്ലെങ്കിൽ ഫൈനൽ ഡിസ്പോസൽ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്ന അണ്ടർഗ്രൗണ്ട് പൈപ്പുകളാണ് സീവർ എന്ന് പറയുന്നത്. ആ സീവറിൻ്റെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഒന്ന് ടൈപ്പ് ഓഫ് സീവേജ്, ലേ ഔട്ട്, മെറ്റീരിയൽ, ഷേപ്പ്. ഈ നാല് തരത്തിലാണ് ക്ലാസിഫിക്കേഷൻ ചെയ്യാൻ പോകുന്നത്. ഒന്ന് സീവേജിൻ്റെ ടൈപ്പ്, ലേഔട്ട്, മെറ്റീരിയൽ, ഷേപ്പ്. അതിനകത്ത് ആദ്യത്തെ രണ്ടെണ്ണം മാത്രം ടൈപ്പ് ഓഫ് സീവേജും ലേഔട്ടും മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പോകുന്നത്. അപ്പോൾ ആദ്യം ടൈപ്പ് ഓഫ് സീവേജിലേക്ക് തന്നെ പോകുന്നു. ടൈപ്പ് ഓഫ് സീവേജിലേക്ക് പോകുന്നു. ആ സീവേജിൻ്റെ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ടൈപ്പ് ഓഫ് സീവേജ്. നമുക്കറിയാം നമ്മൾ കഴിഞ്ഞതിനകത്ത് തന്നെ പറഞ്ഞിരുന്നു പലതരത്തിലുള്ള സീവേജുകൾ. സാനിറ്ററി സീവേജ് അല്ലേ? അപ്പോൾ സാനിറ്ററി സീവേജ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞതിനകത്ത് തന്നെ പറഞ്ഞിരുന്നു ഡൊമസ്റ്റിക് സീവേജ്, അതായത് വീടുകളിൽ നിന്നും വരുന്ന സീവേജ് അല്ലേ? അപ്പോൾ ആ അത്തരത്തിലുള്ള സീവേജ് കാര്യങ്ങൾ സാനിറ്ററി കൺവീനിയൻസ് എന്ന് ഇപ്പോൾ വീടുകളിൽ നിന്ന്, റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകളിൽ നിന്നുള്ള, ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ് എന്നുള്ള, കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് എന്നുള്ള സാനിറ്ററി അല്ലെങ്കിൽ ഡൊമസ്റ്റിക് സീവേജ് ക്യാരി ചെയ്യുന്ന പൈപ്പുകളാണ് സാനിറ്ററി സീവർ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ സാനിറ്ററി സീവേജ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് സീവേജ് അല്ലെ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സാനിറ്ററി സീവേജ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് സീവേജ്, അതുപോലെ തന്നെ ഈ കൊമേഴ്ഷ്യൽ ബിൽഡിംഗിൽ നിന്ന് വരുന്ന, ഇൻഡസ്ട്രിയൽ ബിൽഡിംഗിൽ നിന്ന് വരുന്ന, റെസിഡൻഷ്യൽ ബിൽഡിംഗിൽ നിന്ന് വരുന്ന സാനിറ്ററി അല്ലെങ്കിൽ ഡൊമസ്റ്റിക് സീവേജ് ആണ് ക്യാരി ചെയ്യുന്ന പൈപ്പുകളാണ് സാനിറ്ററി സീവർ എന്ന് പറയുന്നത്. Carry the sanitary or domestic sewage and industrial waste if permitted. അനുവദിക്കുകയാണെങ്കിൽ മാത്രമേ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് കൂടി ക്യാരി ചെയ്യുന്ന പൈപ്പിന് സാനിറ്ററി സീവറിലൂടെ കടത്തിവിടാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സാനിറ്ററി സീവേജ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് സീവേജ് ക്യാരി ചെയ്യുന്ന സീവറുകളാണ് സാനിറ്ററി സീവർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു സ്റ്റോം സീവേജ് പറഞ്ഞാൽ മഴയുള്ള സമയത്ത് അല്ലെ, മഴവെള്ളം സർഫസിലൂടെ ഒഴുകി വരുന്ന മഴവെള്ളമാണ് സ്റ്റോം സീവേജ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റോം വാട്ടർ ക്യാരി ചെയ്യുന്ന പൈപ്പിനെ സ്റ്റോം സീവർ എന്നും, ഈ സാനിറ്ററി സീവേജും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ വേസ്റ്റും സ്റ്റോം വാട്ടറും ഇതെല്ലാം കൂടി ചേർന്നിട്ട് നമ്മൾ പറഞ്ഞിരുന്നു കമ്പൈൻഡ് സീവേജ് എന്നൊരു വാചകം ഉപയോഗിച്ചത്. അപ്പോൾ കമ്പൈൻഡ് സീവേജ് ക്യാരി ചെയ്യുന്ന പൈപ്പിനെ കമ്പൈൻഡ് സീവർ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നു അല്ലേ? ആ കമ്പൈൻഡ് സീവേജ് കഴിഞ്ഞതിനകത്ത് തന്നെ പറഞ്ഞിരുന്നതാണ് ഏതൊക്കെയാണ്. സാനിറ്ററി സീവേജ് ഉണ്ട്, ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഉണ്ട്, സ്റ്റോം വാട്ടർ ഉണ്ട്, സർഫസ് റൺ ഓഫ് ഉണ്ട്. ഇതെല്ലാം കൂടി ഉൾപ്പെടുന്നതാണ് കമ്പൈൻഡ് സീവേജ്. കമ്പൈൻഡ് സീവേജ് ക്യാരി ചെയ്യുന്ന പൈപ്പിനെ കമ്പൈൻഡ് സീവർ എന്ന് പറയുന്നു. എ സീവർ വിച്ച് റിസീവ്സ് സ്റ്റോം വാട്ടർ, സർഫസ് റൺ ഓഫ്, സാനിറ്ററി സീവേജ് ആൻഡ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ്. ഇനി ഈ സ്റ്റോം വാട്ടറും സീവേജും ഒരു പൈപ്പിലൂടെ തന്നെ ക്യാരി ചെയ്യണം. സ്റ്റോം വാട്ടർ മഴവെള്ളവും സീവേജും ഒരു പൈപ്പിലൂടെ തന്നെയാണ്, ഒരു സീവറിലൂടെ തന്നെയാണ് പോകുന്നത്. പൈപ്പിലൂടെ വാക്ക് സീവറിലൂടെ തന്നെ പോകുന്നു. അങ്ങനെയാണെങ്കിൽ രണ്ടിനും ഈക്വൽ റൈറ്റ്സ് ഓഫ് യൂസ് ചെയ്താൽ സ്റ്റോം വാട്ടർ കടന്നു പോകാനും അനുവദിക്കുന്നുണ്ട്, അതോടൊപ്പം സീവേജ് കടന്നു പോകാനും അനുവദിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സീവറുകളെ കോമൺ സീവർ എന്ന് പറയുന്നത്. അപ്പോൾ സാനിറ്ററി സീവേജിനും അതേപോലെ തന്നെ സ്റ്റോം വാട്ടറും അല്ലെ, സീവേജിനും സ്റ്റോം വാട്ടറും ഈക്വൽ റൈറ്റ്സ് ഓഫ് യൂസ്, ഒരേപോലെ ഉപയോഗിക്കാം എന്ന് പറയുകയാണെങ്കിൽ അതിനെ കോമൺ സീവർ എന്ന് പറയുന്നു. എ സീവർ വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഫ്ലോ ഓഫ് സ്റ്റോം വാട്ടർ, മഴവെള്ളം ഒഴുകുന്നു, സീവേജും ഒഴുകുന്നു, വിത്ത് ഈക്വൽ റൈറ്റ്സ് ഓഫ് യൂസ്, ഒരേ അധികാരത്തോടെ രണ്ടും ഒരേ പവറിലൂടെ എന്ത് ചെയ്യുക, ഒരു സീവറിലൂടെ, കോമൺ സീവറിലൂടെ ഈ സ്റ്റോം വാട്ടർ ക്യാരി ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ സാനിറ്ററി സീവേജ് ക്യാരി ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സീവറുകളെ പറഞ്ഞ കോമൺ സീവർ എന്ന് പറയാം. സാനിറ്ററി സീവേജും സ്റ്റോം വാട്ടറും ക്യാരി ചെയ്യുന്ന സീവറുകളാണ് കോമൺ സീവർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ആവശ്യകത എന്താണെന്ന് നമുക്ക് സീവറേജ് സിസ്റ്റം പറയുന്ന സമയത്ത് ഒന്നുകൂടി വ്യക്തമായി മനസ്സിലാവും. ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ചിത്രത്തിനകത്ത് കാണുന്നുണ്ട് രണ്ട് ബിൽഡിംഗ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഹൗസ്
ഈ പറഞ്ഞ പോലെ വീട്ടിൽ നിന്നും വരുന്ന മാലിന്യങ്ങൾ ഏതിലൂടെയാണ് ഈ പറഞ്ഞ ഒരു ലാറ്ററൽ സീവർ അല്ലെങ്കിൽ സാനിറ്ററി സീവർ, ഇവിടെ ലാറ്ററൽ സീവർ എന്നുള്ള വാക്ക് ഇവിടെ കേട്ടിട്ടുണ്ട്. ഈ ലാറ്ററൽ സീവർ വഴി ഏതാനും തൊട്ട് മുന്നിലുള്ള ഒരു ബ്രാഞ്ച് സീവറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. ഈ ചിത്രത്തിനകത്ത് പ്രത്യേകം കാണിച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ ഒന്ന് സാനിറ്ററി വേസ്റ്റ് അല്ലെങ്കിൽ സീവേജ് ക്യാരി ചെയ്യാൻ ഒരു പൈപ്പും സ്റ്റോം വാട്ടർ ക്യാരി ചെയ്യാനുള്ള പൈപ്പും, 2 പൈപ്പുകൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ഒരു സിസ്റ്റം നമുക്ക് വീണ്ടും ഒന്നുകൂടി പരിചയപ്പെടാം. അവിടെ നോക്കിക്കോളൂ. അപ്പോൾ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ലേഔട്ട് പ്രകാരം ഉള്ള ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്, ഒന്ന് ഹൗസ് സീവറിൻ്റെ പ്രത്യേകത നമുക്കറിയാം, ഒരു ബിൽഡിങ്ങിനകത്തുള്ള പ്ലംബിംഗ് സിസ്റ്റത്തിൽ നിന്നും വരുന്ന സീവേജ് അല്ലേ. ചിത്രത്തിനകത്ത് തന്നെ കാണുന്നുണ്ട് പ്ലംബിംഗ് സിസ്റ്റം ഏതൊക്കെയാണ്. അവിടെ നോക്കിക്കോളൂ, വാഷ് ബേസിൻ കാണുന്നുണ്ട്, ക്ലോസറ്റ് കാണുന്നുണ്ട് അല്ലേ. അതേപോലെ തന്നെ ഈ ട്രാപ്പുകൾ, ഓരോ ട്രാപ്പ് അല്ലേ, അവിടെ നിന്നെല്ലാം വരുന്ന വെള്ളം. അപ്പോൾ ഹൗസ് ഫിറ്റിങ്സിനകത്ത് നിന്ന് വരുന്ന ബിൽഡിങ്ങിൻ്റെ പ്ലംബിംഗ് സിസ്റ്റത്തിൽ നിന്ന് വരുന്ന സീവേജ് ക്യാരി ചെയ്യുന്നു, ഒരു പൈപ്പ് ക്യാരി ചെയ്യുന്നുവെങ്കിൽ ആ പൈപ്പാണ് ഹൗസ് സീവർ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ഒന്നുകൂടി നോക്കാം. ഒരു ബിൽഡിങ്ങിനകത്തുള്ള പ്ലംബിംഗ് സിസ്റ്റത്തിൽ നിന്നും വരുന്ന സീവേജ് കൺവേ ചെയ്യുന്ന പൈപ്പാണ് ഹൗസ് സീവർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതൊരു കോമൺ സീവറിലേക്കാണോ? ആ കാണുന്നൊരു കോമൺ സീവറിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. എവിടെയാണ് ഈ സീവറേജ് സിസ്റ്റം ഒറിജിനേറ്റ് ചെയ്യുന്നത്, സീവറേജ് സിസ്റ്റം തുടങ്ങുന്നത്. എന്താണ് സീവറേജ് എന്നുള്ള വാക്ക് നമുക്ക് ഒന്നുകൂടി പറയുമ്പോൾ ഈ കാണുന്ന വാചകം ഒന്നുകൂടി ഓർമ്മ വരും. സീവറേജ് സിസ്റ്റം ഒറിജിനേറ്റ് തുടങ്ങുന്നത്, സീവറേജ് സിസ്റ്റം തുടങ്ങുന്നത് എവിടുന്ന? ഹൗസ് സീവർ എന്നാണ്. അപ്പോൾ എ പൈപ്പ് കൺവേയിങ് സീവേജ് എവിടുന്ന? ഫ്രം ദ പ്ലംബിംഗ് സിസ്റ്റം ഓഫ് സിംഗിൾ ബിൽഡിംഗ്. ആ ബിൽഡിങ്ങിൻ്റെ പ്ലംബിംഗ് സിസ്റ്റത്തിൽ നിന്നും വരുന്ന സീവേജ് കൺവേ ചെയ്യുന്ന പൈപ്പ് ഏതിലേക്ക്? ഒരു കോമൺ സീവറിലേക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ, ഇവിടെ ചിത്രത്തിനകത്ത് കാണുന്നുണ്ട്, ഒരു കോമൺ സീവറിലേക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഹൗസ് സീവർ എന്ന് പറയുന്നത്. സാധാരണ രീതി നമുക്കറിയാം, ഈ പറഞ്ഞ പോലെ സെപ്റ്റിക്, അത് ക്ലോസറ്റിൽ നിന്ന് വരുന്ന വേസ്റ്റും ബാക്കി ലിക്വിഡായിട്ടുള്ള വേസ്റ്റും, നമ്മൾ കഴിഞ്ഞ ഇതിനകത്ത് തന്നെ പറഞ്ഞിരുന്നു സള്ളേജും, രണ്ട് സെപ്പറേറ്റ് പൈപ്പ് തന്നെയാണ് കണക്ട് ചെയ്യാറ്. ഇവിടെയും ഞാൻ അത് ആ കാണുന്ന വാചകം തന്നെ പറയുന്നുള്ളൂ. രണ്ട് സെപ്പറേറ്റ് പൈപ്പ് തന്നെ കണക്ട് ചെയ്താൽ മതി. ചിത്രത്തിനകത്തുള്ള പോലെ കണക്കാക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ എല്ലാം കൂടി ഒരു പൈപ്പിനകത്തേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ പ്ലംബിംഗ് സിസ്റ്റത്തിൽ നിന്നും വരുന്ന സീവേജ് കൺവേ ചെയ്യുന്ന പൈപ്പ്, അതാണ് ഹൗസ് സീവർ. ഒരു ബിൽഡിങ്ങിൻ്റെ പ്ലംബിംഗ് സിസ്റ്റത്തിൽ നിന്നും വരുന്ന സീവേജ് കണക്ട് ചെയ്യുന്ന പൈപ്പാണ് ഹൗസ് സീവർ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ഇനി സീവറേജ് സിസ്റ്റം ഒറിജിനേറ്റ്സ് ഫ്രം ഹൗസ് സീവർ. ഇവിടെ പ്രത്യേകം ഓർത്ത് വയ്ക്കുക, സീവറേജ് സിസ്റ്റം. എന്താണ് സീവറേജ് സിസ്റ്റം അല്ലേ? അത് നമുക്ക് നോക്കാം. അടുത്ത ഡെഫിനിഷൻ പറഞ്ഞ സമയത്ത്, ഓരോ ഡെഫിനിഷൻ പറഞ്ഞ സമയത്ത് സീവറേജ് സിസ്റ്റം എന്താണെന്നുള്ള കാര്യം ഓർമ്മ വരും. നോക്കാം. അടുത്ത് പറയുന്നത് ലാറ്ററൽ സീവർ ആണ്. നോക്കിക്കോളൂ. ഇപ്പോൾ പ്ലംബിംഗ് സിസ്റ്റത്തിൽ നിന്ന് വരുന്ന സീവേജ് ക്യാരി ചെയ്യുന്നു, അതൊരു ലാറ്ററൽ സീവറിലേക്ക് കണക്ട് ചെയ്യുന്നു. എവിടേക്കാ ലാറ്ററൽ സീവർ? ഇവിടെ ഒരുപാട് പ്ലംബിംഗ് സിസ്റ്റത്തിൽ നിന്ന് വരുന്ന സീവേജ്. അപ്പോൾ ഈ സീവർ വിച്ച് റിസീവ് സീവേജ് ഫ്രം നമ്പർ ഓഫ് ഹൗസ് സീവേഴ്സ് അല്ലേ. അപ്പോൾ ഒരുപാട് ഒരുപാട് വീടുകളിൽ നിന്നും വരുന്ന സീവേജ് കളക്ട് ചെയ്യുന്ന പൈപ്പാണ് ലാറ്ററൽ സീവർ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ലാറ്ററൽ സീവർ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ലാറ്ററൽ സീവറിന്റെ പ്രത്യേകത, എ സീവർ വിച്ച് റിസീവ് സീവേജ് ഫ്രം നമ്പർ ഓഫ് ഹൗസ് സീവേഴ്സ്. ഒരുപാട് ഹൗസ് സീവറിൽ നിന്നും വരുന്ന സീവേജ് കളക്ട് ചെയ്യുന്നതാണ് ലാറ്ററൽ സീവർ എന്ന്. ഇപ്പോൾ സപ്പോസ് നമുക്കിത് ലാറ്ററൽ സീവർ എന്ന് വിചാരിക്കാം അല്ലേ. ഇപ്പോൾ ഇതിനകത്ത് ചിത്രത്തിനകത്ത് ഇങ്ങനെ ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ ഇവിടുന്നും വരുന്നുണ്ട്, ഇതിനകത്തും വരുന്നുണ്ട്. അപ്പോൾ ഇതും ഈ പറഞ്ഞ ഒരു ലാറ്ററൽ സീവർ ആയിട്ട് തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ എ സീവർ വിച്ച് റിസീവ് സീവേജ് ഫ്രം എ നമ്പർ ഓഫ് ഹൗസ് സീവേഴ്സ്. ഒരുപാട് ഹൗസ് സീവേഴ്സ് നിന്നും വരുന്ന അല്ലെ, പ്ലംബിംഗ് സിസ്റ്റത്തിൽ നിന്ന് വരുന്ന, നേരത്തെ പറഞ്ഞ ഹൗസ് സീവർ എന്ന് പറയുമ്പോൾ പ്ലംബിംഗ് സിസ്റ്റത്തിൽ നിന്നും വരുന്ന സീവേജ് ഒരു കോമൺ പൈപ്പിലേക്ക് കണക്ട് ചെയ്യുന്നു, അതാണ് ഹൗസ് സീവർ. ആ ഹൗസ് സീവർ എന്നുള്ള സീവേജ് ലാറ്ററൽ സീവറിലേക്കും, ആ ലാറ്ററൽ സീവർ എന്നുള്ള സീവേജ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് സീവറിലേക്ക് അല്ലെങ്കിൽ സബ് മെയിൻ സീവറിലേക്ക് കണക്ട് ചെയ്യുന്നു. ലാറ്ററൽ സീവറിൽ നിന്നും വരുന്ന സീവേജിനെ, അപ്പോൾ ഒരു ലാറ്ററൽ സീവറിനകത്ത് ഒരുപാട് ഹൗസ് സീവർ കണക്ട് ചെയ്തിട്ടുണ്ടാകും അല്ലേ. അപ്പോൾ ആ ലാറ്ററൽ സീവറിൽ നിന്നും വരുന്ന സീവേജ് ഒരു സബ് മെയിൻ സീവറിലേക്ക് അല്ലെങ്കിൽ ബ്രാഞ്ച് സീവറിലേക്ക് കണക്ട് ചെയ്യുന്നു അല്ലേ. അപ്പോൾ രണ്ടോ അതിലധികമോ ലാറ്ററൽ സീവർ ഒരു സീവർ വേറൊരു സീവറിലേക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് സബ് മെയിൻ സീവർ അല്ലെങ്കിൽ ബ്രാഞ്ച് സീവർ എന്ന് പറയുക. രണ്ടോ അതിലധികമോ ലാറ്ററൽ സീവർ, ആ ലാറ്ററൽ സീവർ ക്യാരി ചെയ്യുന്ന സീവേജ് ഏത് സീവറാണോ സ്വീകരിക്കുന്നത് ആ കാണുന്ന സീവറിനെയാണ് സബ് മെയിൻ സീവർ അല്ലെങ്കിൽ ബ്രാഞ്ച് സീവർ എന്ന് പറയുന്നത്. എ സീവർ വിച്ച് റിസീവ്സ് സീവേജ് ഫ്രം 2 or more lateral sewer
and discharge into a main sewer is called branch sewer. A sewer which receives sewage from two or more lateral sewer. രണ്ടോ അതിലധികമോ lateral sewer നിന്നും വരുന്ന സീവേജിനെ റിസീവ് ചെയ്യുന്ന സീവർ ആണ് സബ് മെയിൻ സീവർ അല്ലെങ്കിൽ ബ്രാഞ്ച് സീവർ എന്ന് പറയുന്നത്. ഈ ബ്രാഞ്ച് സീവർ ഈ കാണുന്ന സീവേജിനെ എവിടേക്ക് കൊണ്ടുപോകുന്നു? മെയിൻ സീവറിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ പ്ലംബിംഗ് സിസ്റ്റത്തിൽ നിന്ന് വരുന്ന സീവേജിനെ ഹൗസ് സീവർ വഴി ലാറ്ററൽ സീവറിൽ എത്തിക്കുന്നു. അപ്പോൾ ഈ ഒന്നിലധികം ലാറ്ററൽ സീവർ അല്ലെ രണ്ടോ അതിലധികമോ ലാറ്ററൽ സീവർ എവിടേക്ക് കണക്ട് ചെയ്യുന്നു? ഈ സീവേജിനെ ബ്രാഞ്ച് സീവർ അല്ലെങ്കിൽ സബ് മെയിൻ സീവറിലേക്ക് എത്തിക്കുന്നു. ഈ ബ്രാഞ്ച് സീവറിലൂടെയാണ് അത് മെയിൻ സീവറിലേക്ക് പോകുന്നത്. ഇനി മൂന്നാമത്തെ മെയിൻ സീവർ ആണ് പറയുന്നത്. ആ മെയിൻ സീവറിന് അതിവിടെ നോക്കിക്കോളൂ. ഇപ്പോൾ സപ്പോസ് ഇത് ശരിക്കും ഇത് ലാറ്ററൽ സീവർ എന്ന് പറഞ്ഞാൽ കാണിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇത് ഹൗസ് സീവർ തന്നെയാണ് അല്ലേ? ഈ ഹൗസ് സീവർ, അപ്പോൾ ഹൗസ് സീവറിൽ നിന്നും വരുന്ന സീവേജ് ഒരു ഇവിടെ ബ്രാഞ്ച് സീവർ എന്ന് പറഞ്ഞാൽ ലാറ്ററൽ സീവർ അല്ലേ? ഈ ലാറ്ററൽ സീവറിലേക്ക് കണക്ട് ചെയ്യുന്നു. രണ്ടോ അതിലധികമോ ലാറ്ററൽ സീവർ ഒരു ബ്രാഞ്ച് സീവറിലേക്ക് കണക്ട് ചെയ്യുന്നു. ഈ ബ്രാഞ്ച് സീവർ എന്നുള്ള സീവേജ് ഒരു മെയിൻ സീവറിലേക്ക് കണക്ട് ചെയ്യുന്നു. അപ്പോൾ ബ്രാഞ്ച് സീവർ എന്നുള്ള സീവേജ് ആണ് ആര് സ്വീകരിക്കുന്നത്? മെയിൻ സീവർ സ്വീകരിക്കുന്നത് അല്ലേ? അപ്പോൾ മെയിൻ സീവർ എന്ന് പറയുന്നത് സെർവിങ് ആസ് ആൻ ഔട്ട്ലെറ്റ് ഫോർ ലാർജ് ഏരിയ. ഇത് ശരിക്കും ചിലപ്പോൾ ഒരുപാട് ഭാഗത്തേക്ക് എത്തിക്കുന്നത്, ഒരുപാട് വലിയ ഭാഗത്തേക്ക് എത്തിക്കുന്നത് ഏതായിരിക്കും? ഈ മെയിൻ സീവർ ആയിരിക്കും. അപ്പോൾ സീവർ വിച്ച് റിസീവ് സീവേജ് ഫ്രം എ സ്മോൾ ഏരിയ, ഒരു പ്രദേശത്തു നിന്നുള്ള സീവേജ് മൊത്തം കളക്ട് ചെയ്തിട്ട് അതിനെ വേറൊരു വലിയൊരു ഭാഗത്തേക്ക് എന്ത് ചെയ്യുന്നു? എത്തിക്കുന്നു. സീവർ വിച്ച് റിസീവ് സീവേജ് ഫ്രം എ സ്മോൾ ഏരിയ, ഒരു ചെറിയ ഭാഗത്തു നിന്നുള്ള സീവേജിനെ വലിയ ഭാഗത്തേക്ക് എന്ത് ചെയ്യുന്നു? എത്തിക്കുന്നു. അപ്പോൾ സെർവിങ് ആസ് ആൻ ഔട്ട്ലെറ്റ് എന്നുള്ള വാക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം മെയിൻ സീവർ. Sewer which receives sewage from small area and serving as an outlet for large area എന്ന് പറയുന്നതാണ് മെയിൻ സീവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു ഇത് ലാറ്ററൽ എന്നുള്ള വാക്ക് ഉപയോഗിക്കേണ്ട. ഇത് ഏതാ ഈ മാർക്ക് ചെയ്തത്? ഹൗസ് സീവർ തന്നെയാണ്. ഹൗസ് സീവർ എന്നുള്ള സീവേജ് എവിടേക്കാ? ഈ ലാറ്ററൽ സീവറിലേക്ക് കണക്ട് ചെയ്യുന്നു. ലാറ്ററൽ സീവറിൽ നിന്നുള്ള സീവേജ് ബ്രാഞ്ച് സീവറിലേക്കും ബ്രാഞ്ചിൽ നിന്ന് മെയിൻ സീവറിലേക്കും. ഇനി ഈ രണ്ടോ അതിലധികമോ, നമുക്ക് ഇനി പറയുന്ന വാചകം പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടോ അതിലധികമോ മെയിൻ സീവർ വേറൊരു സീവറിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ട്രങ്ക് സീവർ എന്ന് പറയുന്നത്. അപ്പം രണ്ടോ അതിലധികമോ മെയിൻ സീവർ എവിടേക്കാ? വേറൊരു സീവറിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ട്രങ്ക് സീവർ എന്ന് പറയുന്നത്. ഈ ട്രങ്ക് സീവർ വേണമെന്ന് ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. സീവറേജ് സിസ്റ്റത്തിനകത്ത് ട്രങ്ക് സീവർ ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ എ സീവർ വിച്ച് ഗെറ്റ്സ് ഡിസ്ചാർജ് ഫ്രം ടു ഓർ മോർ മെയിൻ സീവർ, രണ്ടോ അതിലധികമോ മെയിൻ സീവർ അല്ലെ? ആ മെയിൻ സീവർ എന്നുള്ള സീവേജ് എവിടേക്കാണ്? ട്രങ്ക് സീവറിലേക്കാണ് ഡിസ്ചാർജ് ചെയ്യുന്നത്. പ്ലംബിംഗ് സിസ്റ്റത്തിൽ നിന്നും വരുന്ന സീവേജിനെ ഹൗസ് സീവർ വഴി ലാറ്ററൽ സീവറിലേക്ക് എത്തിച്ചു. അപ്പോൾ രണ്ടോ അതിലധികമോ ലാറ്ററൽ സീവർ ഒരു ബ്രാഞ്ച് സീവറിലേക്കും രണ്ടോ അതിലധികമോ ബ്രാഞ്ച് സീവർ എവിടേക്കാ? ഒരു മെയിൻ സീവറിലേക്കും അല്ലെ? ആ രണ്ടോ അതിലധികമോ മെയിൻ സീവർ ഒരു ട്രങ്ക് സീവറിലേക്കും സീവേജിനെ ക്യാരി ചെയ്യുന്നു അല്ലെ? മെയിൻ സീവറിന്റെ പ്രത്യേകത ഔട്ട്ലെറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. സെർവിങ് ആസ് ആൻ ഔട്ട്ലെറ്റ് ഫോർ ലാർജ് ഏരിയ, ചെറിയൊരു ഭാഗത്തു നിന്നുള്ള സീവേജിനെ കളക്ട് ചെയ്തിട്ട് വലിയൊരു ഭാഗത്തേക്ക് എത്തിക്കുന്നു അല്ലേ? നമുക്കറിയാം ഇതിന്റെ ഫൈനൽ എന്ന് പറയുന്നത് എവിടെയാ? നിക്ഷേപിക്കുന്ന ഏതെങ്കിലും അതായത് വാട്ടർ കണ്ടന്റ് സീവേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ സീവേജിനെ നിക്ഷേപിക്കുന്ന ചിത്രത്തിനകത്ത് തന്നെ കാണുന്നുണ്ട്. സീവേജിനെ നിക്ഷേപിക്കുന്ന അവസാനം കടലിലേക്ക് ഒഴുകി കളയുന്നുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെ ഏതാ ഈ ഡിസ്പോസൽ പോയിന്റിലേക്ക്, ഫൈനൽ ഡിസ്പോസലിലേക്ക് എത്തിക്കുന്ന സീവറിനെ ഔട്ട്ഫാൾ സീവർ എന്നാണ് പറയുന്നത്. ഫൈനൽ ഡിസ്പോസലിലേക്ക് എത്തിക്കുന്ന സീവറിനെ ഔട്ട്ഫാൾ സീവർ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു സീവേജ് കളക്ട് ചെയ്തതിന് ശേഷം അതിനെ ഫൈനൽ ഡിസ്പോസൽ പോയിന്റിലേക്ക് എത്തിക്കുന്നത് ഔട്ട്ഫാൾ സീവറാണ്. അപ്പോൾ ഫൈനൽ ഡിസ്പോസൽ പോയിന്റിലേക്ക് എത്തിക്കുന്ന ഔട്ട്ഫാൾ സീവർ, ആ കാണുന്ന വാചകം പ്രത്യേകം ഓർത്ത് വയ്ക്കുക. ഫൈനൽ ഡിസ്പോസൽ പോയിന്റിലേക്ക് എത്തിക്കുന്ന ഔട്ട്ഫാൾ സീവറാണ്. സീവർ ലൈനിന്റെ അലൈൻമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതും ഔട്ട്ഫാൾ സീവറിൽ തന്നെയാണ്. അപ്പോൾ അത് രണ്ടും ഇവിടെ പറയുന്നു. എ സീവർ വിച്ച് റിസീവ്സ് സീവേജ് ഫ്രം ദ കളക്ഷൻ സിസ്റ്റം, കളക്ഷൻ സിസ്റ്റത്തിൽ നിന്ന് വരുന്ന, അതായത് കളക്ടിങ് സിസ്റ്റം എന്ന് പറയുന്നത് ഏതൊക്കെയാ? ഈ പറഞ്ഞ പോലെ ഹൗസ് സീവർ, ബ്രാഞ്ച് സീവർ, മെയിൻ സീവർ, അങ്ങനെ ട്രങ്ക് സീവർ, അല്ലെങ്കിൽ ആ ഒരു കളക്ഷൻ സിസ്റ്റത്തിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് സീവേജിനെ കളക്ട് ചെയ്തിട്ട് ഡിസ്പോസൽ പോയിന്റിലേക്ക് എത്തിക്കുന്നത് ഔട്ട്ഫാൾ സീവറാണ്. ഈ ഔട്ട്ഫാൾ സീവർ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, സീവറേജ് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്നത് ഹൗസ് സീവർ എന്നാണെങ്കിൽ അലൈൻമെന്റ് ഓഫ് സീവർ ലൈനിന്റെ അലൈൻമെന്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എവിടെ നിന്നായിരിക്കണം? ഔട്ട്ഫാൾ സീവറിൽ നിന്നായിരിക്കണം. അപ്പോൾ സീവർ ലൈനിന്റെ അലൈൻമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഔട്ട്ഫാൾ സീവർ എന്നായിരിക്കണം.
അല്ലെ? ഈ കാണുന്ന എവിടേക്കാ ട്രീറ്റ്മെന്റ് പോയിന്റിലേക്ക് എത്തിക്കുന്ന സീവേജ്, ട്രീറ്റ്മെന്റ് പോയിന്റിലേക്ക് സീവേജിനെ എത്തിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ ഔട്ട്ഫാൾ സീവർ. അങ്ങനെയും വേണമെങ്കിൽ ക്വസ്റ്റ്യൻ വരാം. ഔട്ട്ഫാൾ സീവർ ട്രാൻസ്പോർട്ട് ദ സീവേജ് ടു ദ പോയിന്റ് ഓഫ് ട്രീറ്റ്മെന്റ്. ട്രീറ്റ്മെന്റിലെ പോയിന്റിലേക്ക് എത്തിക്കുന്ന അല്ലെങ്കിൽ ഫൈനൽ ഡിസ്പോസൽ പോയിന്റിലേക്ക് എത്തിക്കുന്നത് ഔട്ട്ഫാൾ സീവർ ആണ്. ഫൈനൽ ഡിസ്പോസൽ പോയിന്റിലേക്ക് എത്തിക്കുന്നത് ഔട്ട്ഫാൾ സീവർ ആണ്. അപ്പോൾ ഈ ഒരു സിസ്റ്റം ഓഫ് സീവർ ഏതാ? സീവേജ് കളക്ട് ചെയ്യാൻ തുടങ്ങി. എവിടെ നിന്നാ? ഹൗസ് സീവറിൽ നിന്ന് കളക്ട് ചെയ്തതിന് ശേഷം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഹൗസ് സീവർ എന്ന് പറഞ്ഞ സീവറേജ് സിസ്റ്റത്തിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണെന്ന് പറയാൻ കാരണം അതിനുശേഷം എവിടെയാ? ഔട്ട്ഫാൾ സീവർ വഴി എവിടേക്ക് നിക്ഷേപിക്കുന്നു? ഫൈനൽ ഡിസ്പോസൽ പോയിന്റിലേക്ക് നിക്ഷേപിക്കുന്നു, അല്ലെ? അതുവരെയുള്ള സിസ്റ്റം ഓഫ് സീവേഴ്സ് ഏതാ? ലാറ്ററൽ ഹൗസ് സീവർ, ലാറ്ററൽ സീവർ, ബ്രാഞ്ച് സീവർ, അത് കഴിഞ്ഞാൽ മെയിൻ സീവർ കഴിഞ്ഞാൽ ട്രങ്ക് സീവർ വേണമെങ്കിൽ ഉണ്ടാവാം, അല്ലെങ്കിൽ ഔട്ട്ഫാൾ സീവറിലേക്ക് ആയിരിക്കും, അല്ലെ? ഈ ഒരു സിസ്റ്റം ഓഫ് സീവർ, അപ്പോൾ സീവേജ് കളക്ട് ചെയ്ത് ഫൈനൽ ഡിസ്പോസൽ പോയിന്റിലേക്ക് എത്തിക്കുന്ന ഈ ഒരു സിസ്റ്റം ഓഫ് സീവേഴ്സിനെ പറഞ്ഞ പേരാണ് സീവറേജ് സിസ്റ്റം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ടാണ് സീവറേജ് സിസ്റ്റം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ഇനി ഇത് കൂടാതെ വീണ്ടും റിലീഫ് സീവർ എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. റിലീഫ് സീവർ എന്ന് പറയുമ്പോൾ ഈ കമ്പൈൻഡ് സീവർ എന്ന് നേരത്തെ പറഞ്ഞേക്കാം. ഇതാ കമ്പൈൻഡ് സീവേജ് ക്യാരി ചെയ്യുന്ന പൈപ്പ്, അല്ലെ? അതിനകത്ത് ഇപ്പോൾ കൂടിയ അളവിൽ മഴവെള്ളം വരികയാണെങ്കിൽ അത്തരത്തിലുള്ള കൂടിയ അളവിൽ വരുന്ന മഴവെള്ളം, ആ മഴവെള്ളത്തെ ഒഴിവാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് റിലീഫ് സീവർ. ഏതന്നെ റിലീഫ് ചെയ്യുന്ന മഴവെള്ളത്തെ, കമ്പൈൻഡ് സീവറിൽ നിന്നുള്ള മഴവെള്ളത്തെ റിലീഫ് ചെയ്യാനാണ് റിലീഫ് സീവർ ഉപയോഗിക്കുന്നത്. അപ്പൊ നിലവിലുള്ള കമ്പൈൻഡ് സീവർ എന്താ അറിയാം? നമുക്കറിയാം കമ്പൈൻഡ് സീവേജ് ആണ്. കമ്പൈൻഡ് സീവേജ് എന്ന് പറഞ്ഞാൽ സാനിറ്ററി സീവേജ് ഉണ്ടാവാം, ഇൻഡസ്ട്രിയൽ സീവേജ് ഉണ്ടാവാം, സ്റ്റോം വാട്ടർ ഉണ്ടാവാം. ആ സ്റ്റോം വാട്ടർ, കൂടിയ അളവിൽ സ്റ്റോം വാട്ടർ വരികയാണെങ്കിൽ ആ സ്റ്റോം വാട്ടറിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് റിലീഫ് സീവർ ഉപയോഗിക്കുന്നത്, അല്ലെ? അപ്പോൾ ക്യാരി ദ എക്സസ് സ്റ്റോം സീവേജ്, അധികമായി വരുന്ന മഴവെള്ളത്തെ, എവിടുന്ന? കമ്പൈൻഡ് സീവറിലൂടെ അധികമായി വരുന്ന മഴവെള്ളത്തെ എടുക്കാൻ വേണ്ടിയിട്ടാണ് റിലീഫ് സീവർ ഉപയോഗിക്കുന്നത്, അല്ലെ? ഇനി ഡിപ്രസ്ഡ് സീവർ എന്നുള്ള വാക്കുണ്ട്. അതിന്റെ അർത്ഥമാണ് ഡിപ്രസ്ഡ് സീവർ എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മളൊരു പുഴയ്ക്ക് കുറുകെയാണ് പോകുന്നത് വിചാരിക്കാം. പുഴയ്ക്ക് ക്രോസ് ചെയ്ത് പോകണം. അപ്പോൾ പുഴയ്ക്ക് ക്രോസ് ചെയ്ത് പോകണമെങ്കിൽ ആ കാണുന്ന ക്രോസ് സെക്ഷന് താഴെ അടിഭാഗത്ത് കൂടി നമുക്ക് എന്ത് ചെയ്യണം? ചിലപ്പോൾ സീവർ കൊണ്ടുപോകേണ്ട ആവശ്യം വരാറുണ്ട്. ഇവിടെ നമുക്ക് സീവർ വരുന്ന ഭാഗത്ത് ചിലപ്പോൾ ഒരു പുഴയെ ക്രോസ് ചെയ്ത് പോകണമെങ്കിൽ നമുക്ക് ആ പുഴയുടെ അടിഭാഗത്ത് കൂടി എന്ത് ചെയ്യാൻ കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടാവും? ഈ സീവറിനെ കൊണ്ടുപോകേണ്ട ആവശ്യമത വരാറുണ്ട്. അതിനെയാണ് ഡിപ്രസ്ഡ് സീവർ എന്ന് പറയുന്നത്. വെൻ ആൻ ഒബ്സ്ട്രക്ഷൻ ഈസ് മെറ്റ് വിത്ത് എന്നൊരു തടസ്സം വരികയാണെങ്കിൽ ദ സീവർ ഈസ് കൺസ്ട്രക്റ്റഡ് ലോവർ ദാൻ ദ അഡ്ജസൻറ്റ് സെക്ഷൻ. ആ കാണുന്ന പുഴയ്ക്ക് ചേർന്നുകൊണ്ട് തന്നെ അടിഭാഗത്തായിട്ട് ഒരു സീവർ നിർമ്മിക്കുന്നു. ഇത്തരത്തിലുള്ള സീവറുകളെ പറഞ്ഞ പേരാണ് ഡിപ്രസ്ഡ് സീവർ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്നുകൂടി വ്യക്തമായി പറയാൻ പറ്റും. സീവറേജ് എന്ന് പറയുന്നത് എവിടെ മുതൽ എവിടെ വരെ? ഹൗസ് സീവറിൽ നിന്ന് ഔട്ട്ഫാൾ സീവർ വരെ. ആ ഒരു സിസ്റ്റം ഓഫ് സീവർ ആണ് സീവറേജ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാ? ഹൗസ് സീവേജ് കളക്ട് ചെയ്യാൻ തുടങ്ങി, ഔട്ട്ഫാൾ സീവർ ഫൈനൽ ഡിസ്പോസബിൾ പോയിന്റിലേക്ക് എത്തിക്കാൻ തുടങ്ങി. അപ്പോൾ എങ്ങനെയാ? ഹൗസ് സീവറിൽ നിന്ന് ലാറ്ററൽ സീവറിൽ നിന്ന് ബ്രാഞ്ച് സീവറിൽ നിന്ന് മെയിൻ സീവറിൽ നിന്ന് ട്രങ്ക് സീവറിലേക്ക് അല്ലെങ്കിൽ ഔട്ട്ഫാൾ സീവറിലേക്ക്. ഇനി ട്രങ്ക് സീവറിലേക്കാണ് പോകുന്നെങ്കിൽ ട്രങ്ക് സീവർ കഴിഞ്ഞിട്ട് ഔട്ട്ഫാൾ സീവറിലേക്ക്. അപ്പോൾ പ്രോസസ് ഓഫ് കളക്ടിങ് സീവേജ്. എന്താ ഔട്ട്ഫാൾ സീവറിന്റെ പ്രത്യേകത? ഔട്ട്ഫാൾ സീവർ ആണ് എവിടേക്ക് എത്തിക്കുന്നത്? ഫൈനൽ ഡിസ്പോസൽ പോയിന്റിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ സീവേജ് കളക്ട് ചെയ്ത് ഫൈനൽ ഡിസ്പോസൽ പോയിന്റിലേക്ക് എത്തിക്കുന്ന ഈ ഒരു സിസ്റ്റം ഓഫ് സീവർ ആണ് സീവറേജ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. പ്രോസസ് ഓഫ് കളക്ടിങ് സീവേജ് കളക്ട് ചെയ്യുകയും ഫൈനൽ ഡിസ്പോസൽ പോയിന്റിലേക്ക് എത്തിക്കുന്ന ഈ ഒരു പ്രോസസ്സിനെ പറഞ്ഞ പേരാണ് സീവറേജ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ഏതൊക്കെ തരത്തിലുള്ള സീവറേജ് സിസ്റ്റം ആണുള്ളത്? ഒന്ന്, കമ്പൈൻഡ് സിസ്റ്റത്തിന്റെ പ്രത്യേകത സാധാരണ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ തന്നെ ഒരു സിംഗിൾ സീവർ ആയിരിക്കും മഴവെള്ളവും അതുപോലെ തന്നെ സാനിറ്ററി സീവേജും ക്യാരി ചെയ്യുന്നുണ്ടാവുക. ഒരൊറ്റ സീവർ ആയിരിക്കും മഴവെള്ളവും സാനിറ്ററി സീവേജും ക്യാരി ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഒരു സിംഗിൾ സീവർ സാനിറ്ററി സീവേജും സ്റ്റോം സീവേജും ക്യാരി ചെയ്യുകയാണെങ്കിൽ ആ ഒരു മെത്തേഡാണ് കമ്പൈൻഡ് സിസ്റ്റം എന്ന് പറയുന്നത്, അല്ലെ? നമുക്കറിയാം നമ്മുടെ ഭാഗത്തുള്ള പ്രദേശത്തിന്റെ ആ കാണുന്ന റോഡ് അല്ലെങ്കിൽ റോഡിന്റെ ഭാഗം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു സ്ട്രീറ്റ് ആണെങ്കിൽ നമുക്ക് ഒരു സീവർ തന്നെ കൊണ്ടുപോകാനുള്ള സ്ഥലമേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഒരു സിംഗിൾ സീവർ
സാനിറ്ററി സീവേജും സ്റ്റോം വാട്ടറും ക്യാരി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനാണ് കമ്പൈൻഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓൺലി വൺ സെറ്റ് ഓഫ് സ്മോൾ സൈസ് സീവർ ആർ ലൈറ്റ് ഫോർ ക്യാരിങ് സാനിറ്ററി ആൻഡ് സ്റ്റോം സീവേജ് എന്ന് പറയുന്നതാണ് കമ്പൈൻഡ് സീവേജ് എന്ന് പറയുന്നത്. എവിടെയാണ് ഉപയോഗിക്കുന്നത്? ചെറിയ സ്ട്രീറ്റുകൾ, സൂട്ടബിൾ ഫോർ ദ ലൊക്കാലിറ്റി വിച്ച് ഹാസ് നാരോ സ്ട്രീറ്റ്സ് അല്ലേ. ഇനി വേറൊരു രീതിയിൽ ചോദിക്കാനുണ്ട്, ഇപ്പോൾ റെയിൻഫോൾ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്ന സ്ഥലത്താണോ അതോ റെയിൻഫോൾ വളരെ കുറഞ്ഞ അളവിൽ ലഭിക്കുന്ന സ്ഥലത്താണോ ഇത്തരത്തിലുള്ള സിസ്റ്റം സൂട്ടബിൾ ആവുക? നമുക്കറിയാം ഈ കമ്പൈൻഡ് സിസ്റ്റം സൂട്ടബിൾ ആവുന്നത് മഴവെള്ളം നമുക്ക് കണ്ടിന്യൂസ് ത്രൂ ഔട്ട് ദ ഇയർ, വർഷം മൊത്തം നമുക്ക് മഴവെള്ളം ലഭിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണെങ്കിൽ അല്ലെ ഏത് സിസ്റ്റം ഉപയോഗിക്കുന്ന നല്ലത്? കമ്പൈൻഡ് സിസ്റ്റം ഉപയോഗിക്കുന്നതാണ് നല്ലത്. എന്തുകൊണ്ടാണ്? ആ കാണുന്ന കമ്പൈൻഡ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു മെത്തേഡ് ഓഫ് ട്രീറ്റ്മെന്റാണ്. കാരണം മഴവെള്ളം ഈ പോകുന്ന സീവേജിനെ ഡൈല്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ അതൊരു മെത്തേഡ് ഓഫ് ട്രീറ്റ്മെന്റ് ആണ്. ആ കാണുന്ന സീവേജിന്റെ സ്ട്രെങ്ത് കുറയ്ക്കുക എന്ന് പറയുന്നത് ഒരു മെത്തേഡ് ഓഫ് ട്രീറ്റ്മെന്റ് ആണ്. ഡൈല്യൂഷൻ എന്ന് പറയുന്നൊരു മെത്തേഡ് ഓഫ് ട്രീറ്റ്മെന്റ് ആണ്. ഇതിന് പ്രത്യേകിച്ച് ഒരു മെയിൻറ്റെയിൻ കോസ്റ്റും ആവശ്യമില്ല, വളരെ കുറവാണ് അല്ലെ. അതായത് ഓട്ടോമാറ്റിക് ആയിട്ട് ആ സീവർ എന്ത് ചെയ്യുക? ഫ്ലഷ് ചെയ്യുന്നുണ്ട്. ആര്? മഴവെള്ളം ഉപയോഗിച്ചിട്ട് ഫ്ലഷ് ചെയ്ത് പോകുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് കമ്പൈൻഡ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. ഏതാ? ഇഫ് റെയിൻഫോൾ ഈസ് ഈവൻലി സ്പ്രെഡ് ത്രൂ ഔട്ട് ദ ഇയർ അല്ലെ, വർഷത്തിൽ എല്ലാ സമയത്തും ഒരുപോലെ നമുക്ക് മഴ ലഭിക്കുന്ന ഒരു സ്ഥലത്താണെങ്കിൽ കമ്പൈൻഡ് സിസ്റ്റം ആണ് നല്ലത്. എന്തുകൊണ്ടാ? ഇതിൻ്റെ ഒരു മിനിമം കോസ്റ്റ് മെയിൻ്റെനൻസ് കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് മാത്രമല്ല ഈ മഴവെള്ളം ആ സീവേജിനെ ഡൈല്യൂട്ട് ചെയ്യുന്നു. ഡൈല്യൂഷൻ എന്ന് പറയുന്നത് ഏതാ? ഒരു മെത്തേഡ് ഓഫ് ട്രീറ്റ്മെന്റ് ആണ്. അത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? സീവറിനെ ഫ്ലഷ് ചെയ്യുന്നു. ആൾസോ പ്രൊവൈഡ് ഓട്ടോമാറ്റിക് ഫ്ലഷിംഗ് ഓഫ് സീവർ. എന്നാൽ സെപ്പറേറ്റ് സിസ്റ്റത്തിനകത്ത് ഇവിടെ രണ്ട് സെറ്റ് ഓഫ് സീവർ ഉണ്ടാവും. ഒന്ന് സാനിറ്ററി സീവേജ് ക്യാരി ചെയ്യാനും മറ്റേത് സ്റ്റോം വാട്ടർ ക്യാരി ചെയ്യണം. അപ്പോൾ സെപ്പറേറ്റ് സിസ്റ്റത്തിനകത്ത് രണ്ട് സീവർ ഉണ്ട്. കമ്പൈൻഡ് സിസ്റ്റത്തിനകത്ത് ഒരു സെറ്റ് സീവർ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ സീവറിലൂടെ സാനിറ്ററി സീവേജും സ്റ്റോം വാട്ടറും പോകുന്ന സമയത്ത് സെപ്പറേറ്റ് സിസ്റ്റത്തിനകത്ത് രണ്ട് സെറ്റ് സീവർ ഉണ്ടാവും. ഒരു ഒന്നിനകത്തൂടെ ഏതാ? സാനിറ്ററി സീവേജ് ക്യാരി ചെയ്യുന്നു, അടുത്തതിലൂടെ സ്റ്റോം വാട്ടർ ക്യാരി ചെയ്യുന്നു അല്ലെ. ഇതുകൊണ്ടുള്ള ഗുണം എന്താ? ഈ കാണുന്ന വെള്ളം ഏതാ? മഴവെള്ളം, സ്റ്റോം വാട്ടർ ഒരിക്കലും പൊല്യൂട്ട് ആവുന്നില്ല അല്ലെ. അതായത് വാട്ടർ ഈസ് നോട്ട് പൊല്യൂട്ടഡ് ഇൻ ദ സിസ്റ്റം. പൊല്യൂട്ട് ആവുന്നില്ല. കാരണം വെച്ചാൽ മഴവെള്ളം സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾക്ക് എന്ത് ചെയ്യുന്നത്? ലഭിക്കുന്നത് അല്ലെ. ഹെൻസ് ഇറ്റ് ക്യാൻ ബി ഡിസ്ചാർജ് ടു നാച്ചുറൽ സ്ട്രീം ഓർ റിവർ വിത്തൗട്ട് ട്രീറ്റ്മെന്റ് ഒന്നും കൂടാതെ തന്നെ ആ കാണുന്ന മഴവെള്ളത്തെ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ എവിടെയെങ്കിലും പുഴയിലേക്കോ അല്ലെങ്കിൽ കടലിലേക്കോ നമുക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ ഒഴുക്കി കളയാം. ഇതിന്റെ മെയിൻറ്റെയിൻ കോസ്റ്റ് കൂടുതലായിരിക്കും, കാരണം രണ്ട് സെറ്റ് സീവർ ഉണ്ട് അല്ലെ. സെപ്പറേറ്റ് സിസ്റ്റത്തിന്റെ പ്രത്യേകത തന്നെ മെയിൻറ്റെയിൻ കോസ്റ്റ് ഈസ് മോർ ബിക്കോസ് ടു സെറ്റ് ഓഫ് സീവേഴ്സ് ആർ ലൈഡ് അല്ലെ. ഇവിടെ മഴവെള്ളം നമ്മൾ എന്തിനാ മഴവെള്ളം ഇങ്ങനെ മഴ വളരെ കുറച്ചളവിൽ മാത്രമേ ലഭിക്കുന്നുള്ളൂ എങ്കിൽ ആ കാണുന്ന മഴവെള്ളത്തെ കൂടി നമുക്ക് എന്ത് ചെയ്യാനില്ല? സീവറിലൂടെ കടത്തിവിട്ട് ആ കാണുന്ന മഴവെള്ളത്തെ മലിനമാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് സെപ്പറേറ്റ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യാൻ കാരണം. വെൻ റെയിൻഫാൾ ഈസ് അൺഈവൻ, മഴ ഒരുപോലെ ലഭിക്കുന്നില്ല അല്ലെങ്കിൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ് വർഷത്തിൽ ലഭിക്കുന്നുള്ളത് എങ്കിൽ സെപ്പറേറ്റ് സിസ്റ്റം അഡോപ്റ്റ് ചെയ്യുന്നതാണ് എക്കണോമിക്കൽ എന്ന് പറയുന്നത് അല്ലെ. സീവറിന്റെ സൈസ് കമ്പൈൻഡ് സിസ്റ്റവുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് സീവറിന്റെ സൈസ് എന്തായിരിക്കും? ചെറുതായിരിക്കും. കമ്പൈൻഡ് സിസ്റ്റത്തിനകത്ത് സീവറിന്റെ സൈസ് എന്തായിരിക്കണം? വലുതാവണം. കാരണം അതിനകത്ത് സാനിറ്ററി വാട്ടറും സ്റ്റോം സീവേജും പോകുന്നുണ്ട്. സെപ്പറേറ്റ് സിസ്റ്റത്തിനകത്ത് ഏതാ? കമ്പൈൻഡ് സിസ്റ്റമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് സീവറിന്റെ സൈസ് കുറവായിരിക്കും അല്ലെ. സീവേഴ്സ് ആർ ബീങ് സ്മോൾ, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ടി ടു ക്ലീൻ ദം. പക്ഷേ അതിനകത്ത് എന്ത് ചെയ്യുക? സൈസ് കുറവായതുകൊണ്ട് ക്ലീൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇനി മൂന്നാമത്തെ സിസ്റ്റം പറയുന്നുണ്ട്. അതിനകത്ത് പറയുന്നത് പാർഷ്യലി സെപ്പറേറ്റഡ് സിസ്റ്റം ആണ്. പാർഷ്യലി സെപ്പറേറ്റഡ് സിസ്റ്റം എന്നുള്ള വാക്കാണ് അല്ലെ. ഇവിടെയും രണ്ട് സെറ്റ് ഓഫ് സീവർ തന്നെയാണുള്ളത്. പാർഷ്യലി സെപ്പറേറ്റഡ് സിസ്റ്റത്തിനകത്തും രണ്ട് സെറ്റ് ഓഫ് സീവർ തന്നെയാണുള്ളത്. ഒരു സീവർ സാനിറ്ററി സീവേജ് ക്യാരി ചെയ്യുന്നു, അടുത്ത സീവർ സ്റ്റോം വാട്ടർ ക്യാരി ചെയ്യുന്നു. എന്നാൽ സ്റ്റോം വാട്ടറിന്റെ കുറച്ച് ഭാഗം സാനിറ്ററി സീവേജിലൂടെ കടത്തിവിടുന്നു. അപ്പോൾ സ്റ്റോം വാട്ടറിന്റെ കുറച്ച് ഭാഗം ഏതാ? സാനിറ്ററി സീവേജ് ക്യാരി ചെയ്യുന്ന പൈപ്പിലൂടെ കടത്തിവിടുന്നു. എന്തിനാത്? ആ കാണുന്ന ഭാഗത്തെ സിൽട്ടിങ്, അതായത് ഈ സീവേജ്, ഇപ്പോൾ നമുക്കറിയാം സെപ്പറേറ്റ് സിസ്റ്റത്തിനകത്ത് സീവേജ് പോകുന്ന പൈപ്പിനകത്തൂടെയുള്ള ഫ്ലോ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. സ്വാഭാവികമായിട്ടും കുറേ കാലം കഴിഞ്ഞാൽ ആ കാണുന്നതിനകത്ത് സീവേജിനകത്തുള്ള സിൽട്ടെല്ലാം അടിയിൽ അടിഞ്ഞുകൂടും
അല്ലെ? അടിയിൽ അടിഞ്ഞുകൂടി കഴിഞ്ഞാൽ ഫ്ലോ എന്ന് പറയുന്നത്, പിന്നീടുള്ള ഫ്ലോ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാൻ, ആ കാണുന്ന സീവേജിനെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനകത്തുള്ള സിൽട്ടിങ് ഏതാ, ഈ സീവേജിനകത്തുള്ള സിൽട്ട് അടിയിൽ അടിഞ്ഞുകൂടാതിരിക്കാൻ, അതിനാണ് പാർഷ്യലി സെപ്പറേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അല്ലെ? ഇതിന് ഏതാ, സെപ്പറേറ്റ് സിസ്റ്റത്തിൻ്റെയും കമ്പൈൻഡ് സിസ്റ്റത്തിൻ്റെയും എല്ലാ അഡ്വാൻറ്റേജസും ഇതിനകത്തുണ്ട്. ഇത് എക്കണോമിക്കലായിട്ടൊരു മെത്തേഡാണ്. പക്ഷേ വളരെ കുറഞ്ഞ വെലോസിറ്റി, ഏതാ, ഡ്രൈ പീരിയഡ്, മഴയില്ലാത്ത സമയങ്ങളിൽ ഏതിൻ്റെ സ്വഭാവം തന്നെ കാണിച്ചു, അത് സെപ്പറേറ്റ് സിസ്റ്റത്തിൻ്റെ സ്വഭാവം തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ പാർഷ്യലി സെപ്പറേറ്റ് സിസ്റ്റത്തിനകത്ത് 2 സെറ്റ് ഓഫ് സീവർ ആണുള്ളത്. അതിനകത്ത് സ്റ്റോം വാട്ടറിൻ്റെ ഒരു ഭാഗം സാനിറ്ററി സീവേജ് ക്യാരി ചെയ്യുന്ന പൈപ്പിലൂടെ കടത്തിവിടുന്നു. സ്മാൾ പോർഷൻ ഓഫ് സ്റ്റോം വാട്ടർ, മഴവെള്ളത്തിൻ്റെ ഒരു ചെറിയ ഭാഗം, ഈസ് അലൗഡ് ടു എൻ്റർ ഇൻ ദ സാനിറ്ററി സീവേജ് ക്യാരി ചെയ്യുന്ന പൈപ്പിലൂടെ കടത്തിവിടുന്നു വിത്തിൻ പെർമിസിബിൾ ലിമിറ്റ്, അനുവദനീയമായ അളവിൽ മാത്രം. അല്ലെ? ബാക്കിയുള്ള സ്റ്റോം വാട്ടർ ഇതിലൂടെ തന്നെ സെപ്പറേറ്റ് സെറ്റ് ഓഫ് സീവറിലൂടെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ 2 സെറ്റ് ഓഫ് സീവർ ഉണ്ട്. ഒന്നിലൂടെ സാനിറ്ററി സീവേജും അടുത്തിലൂടെ സ്റ്റോം വാട്ടറും പോകുന്നു. പക്ഷേ എന്നാൽ സ്റ്റോം വാട്ടറിൻ്റെ കുറച്ച് ചെറിയ രീതിയിലുള്ള ഒരു അളവ് സാനിറ്ററി സീവേജ് ക്യാരി ചെയ്യുന്ന പൈപ്പിലേക്ക് കടത്തിവിടുന്നു. അല്ലെ? അപ്പോൾ ഇവിടെ നടക്കുന്നില്ല, സിൽട്ടിങ് നടക്കുന്നില്ല. സിൽട്ടിങ് ഇൻ സീവർ ഡസ് നോട്ട് ടേക്ക് പ്ലേസ് ഡ്യൂ ടു എൻട്രി ഓഫ് റെയിൻ വാട്ടർ. അപ്പോൾ സീവർ എന്ത് ചെയ്യുക, ഡ്രൈ ഫ്ലോ ആണെങ്കിൽ സീവറിനകത്തുള്ള സെഡിമെന്റ്സ് എല്ലാം എന്ത് ചെയ്യും, അടിയിൽ അടിഞ്ഞുകൂടും. അതാണ് സിൽട്ടിങ് എന്ന് പറയുന്നത്. സീവറിലൂടെ പോകുന്ന ആ സീവേജിൻ്റെ സെഡിമെന്റ്സ് എല്ലാം അടിയിൽ അടിഞ്ഞുകൂടി കഴിഞ്ഞാൽ, പൈപ്പിന് ചുറ്റുപാട് അടിഞ്ഞുകൂടി കഴിഞ്ഞാൽ ഫ്ലോ എന്ന് പറയുന്നത് എന്തായി മാറും, ബുദ്ധിമുട്ടായി മാറും. അപ്പോൾ അങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കാനാണ് ഈ പാർഷ്യലി സെപ്പറേറ്റ് സിസ്റ്റം ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് എക്കണോമിക്കൽ ബട്ട് ലോ വെലോസിറ്റി ഡ്യൂറിങ് ഡ്രൈ പീരീഡ്. അല്ലെ? ഇതിന് സെപ്പറേറ്റ് സിസ്റ്റത്തിൻ്റെയും കമ്പൈൻഡ് സിസ്റ്റത്തിൻ്റെയും അഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ടൈപ്സ് ഓഫ് സീവറേജ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഏതൊക്കെ? കമ്പൈൻഡ് സിസ്റ്റം ഒരു സെറ്റ് ഓഫ് സീവർ ആണ്, അതിനകത്ത് സാനിറ്ററി സീവേജും സ്റ്റോം വാട്ടറും ക്യാരി ചെയ്യുന്നു. സെപ്പറേറ്റ് സിസ്റ്റത്തിനകത്ത് 2 സെറ്റ് ഓഫ് സീവർ ഉണ്ട്, ഒന്ന് സാനിറ്ററി സീവേജും അടുത്ത സ്റ്റോം വാട്ടറും ക്യാരി ചെയ്യുന്നു. പാർഷ്യലി സെപ്പറേറ്റ് സിസ്റ്റത്തിനകത്ത് സ്റ്റോം വാട്ടറിൻ്റെ ഒരു ഭാഗം സാനിറ്ററി സീവേജ് ക്യാരി ചെയ്യുന്ന പൈപ്പിലൂടെ കടത്തിവിടുന്നു. അതുകൂടുള്ള ഗുണം എന്ന് വെച്ചാൽ എന്ത് ചെയ്യുക, സീവറിലൂടെയുള്ള സിൽട്ടിങ് നടക്കില്ല, സെഡിമെന്റ്സ് അടിഞ്ഞുകൂടുന്നത് ഒഴിവാക്കുന്നു. ഇത്രയാണ് പാർഷ്യലി സെപ്പറേറ്റ് സിസ്റ്റത്തിനകത്ത് പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ കാണുന്ന ടോപ്പിക്കിനകത്ത് നമ്മൾ ആകെ പറഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ. ക്ലാസിഫിക്കേഷൻ ഓഫ് സീവർ, ഒന്ന് ടൈപ്പ് ഓഫ് സീവേജിനെയും ലേഔട്ടിനെയും ബേസ് ചെയ്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ ലേഔട്ട് പറഞ്ഞപ്പോൾ നമുക്ക് പറയേണ്ട ഒരു കാര്യം കൂടി വന്നിരുന്നു, സീവറേജ് സിസ്റ്റം. എന്താണ് സീവറേജ്? സീവേജിനെ കളക്ട് ചെയ്ത് ഫൈനൽ ഡിസ്പോസൽ പോയിന്റിലേക്ക് എത്തിക്കുന്ന ആ ഒരു പ്രോസസ്സിനെ പറഞ്ഞവരാണ്. സീവേജ് കളക്ട് ചെയ്ത് ഡിസ്പോസൽ പോയിന്റിലേക്ക് എത്തിക്കുന്നു. എങ്ങനെ കളക്ട് ചെയ്യുന്നു? പ്ലംബിംഗ് സിസ്റ്റത്തിൽ നിന്നുള്ള സീവേജിനെ ഹൗസ് സീവർ, ലാറ്ററൽ സീവറിലേക്ക് എത്തിക്കുന്നു. ഒന്നിലധികം ലാറ്ററൽ സീവർ എവിടേക്കാണ്, ബ്രാഞ്ച് സീവറിലേക്ക് കണക്ട് ചെയ്യുന്നു. ബ്രാഞ്ച് സീവർ അതുപോലെ തന്നെ 2 അതിലധികമോ ബ്രാഞ്ച് സീവർ മെയിൻ സീവറിലേക്ക് കണക്ട് ചെയ്യുന്നു. മെയിൻ സീവർ ട്രങ്ക് സീവറിലേക്കോ അല്ലെങ്കിൽ ഔട്ട്ഫാൾ സീവറിലേക്കോ കണക്ട് ചെയ്യുന്നു. ഔട്ട്ഫാൾ സീവർ എന്ന് പറയുന്നതാണ് എവിടേക്കാണ്, ഫൈനൽ ഡിസ്പോസൽ പോയിന്റിലേക്ക് എത്തുന്നത്. അപ്പോൾ സീവറേജ് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്നത്, സീവറേജ് സിസ്റ്റം, ഈ ഒരു സിസ്റ്റം ഓഫ് സീവേഴ്സിനെ പറഞ്ഞ പേരാണ് സീവറേജ് സിസ്റ്റം എന്ന് പറയുക. ആ സീവറേജ് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്ന ഹൗസ് സീവറിലൂടെയും അലൈൻമെന്റ് ഓഫ് സീവർ ലൈൻ സ്റ്റാർട്ടഡ് ഫ്രം എന്ന് വെച്ചാൽ ഔട്ട്ഫാൾ സീവറിലുമാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, താങ്ക് യു.